കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് 25,000-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും 25,000 എന്ന ലെവൽ ഡിഫെൻഡ് ചെയ്തത് മാർക്കറ്റിന്റെ ബുള്ളിഷ് ബയാസായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ലോവർ സൈഡിലും ഹയർ സൈഡിലും വിഗോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. 25,250 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. 25,250 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 25,400 എന്ന ലെവലിലേക്കുള്ള ഫർദർ അപ്സൈഡ് മൊമെൻറ്റം നമ്മൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. 1,308 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 864 കോടി രൂപയുടെ ബൈയിങ് നടത്തി. IT സെക്ടറിലെ പ്രമുഖ കമ്പനിയായ TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. TCSന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. 12,568 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 12,075 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 12,760 നിന്നും 12,075 ഇടിയുകയും ചെയ്തു. അതേസമയം എബിറ്റ 7% വർദ്ധിച്ച് 16,565 കോടിയിലേക്കെത്തി. 15,998 കോടിയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 24.45 നിന്നും 25.2% ഉയരുകയും റവന്യൂ 3.7% വർദ്ധിച്ച് 63,437 നിന്നും 65,799 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ടാറ്റ എലക്സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 7% വർദ്ധിച്ച് 144 കോടിയിൽ നിന്ന് 184 കോടിയിലേക്ക് എത്തി. റവന്യൂ 3% വർദ്ധിച്ച് 892 കോടിയിൽ നിന്നും 918 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 5% വർദ്ധിച്ച് 162 കോടിയിൽ നിന്നും 169 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 18.2% നിന്നും 18.5% ഉയർന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് വോളിയം 14% വർദ്ധിച്ച് 97,744 യൂണിറ്റിലേക്ക് എത്തുകയും എക്സ്പോർട്ട് വോളിയം 44% വർദ്ധിച്ച് 4,488 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ടോട്ടൽ പ്രൊഡക്ഷൻ വോളിയം 25% വർദ്ധിച്ചു. ഗുജറാത്ത് പിപ്പാവ് പോർട്ടിന്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കണ്ടെയ്നർ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 8% വർദ്ധിച്ചിട്ടുണ്ട്. ലിക്വിഡ് കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം 15% ഉയരുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് സിവിൽ ആൻഡ് അലൈഡ് ഇൻഫ്രാസ്ട്രക്ചർ വർക്കുമായി ബന്ധപ്പെട്ട് 576 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് മൾട്ടിപ്പിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സോവറിൻ ഡാറ്റാ സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. NTPC ഗ്രീൻ എനർജി ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ചേർന്ന് സോളാർ ആൻഡ് വിൻഡ് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബ്ലൂ ഡാർട്ട് എന്ന കമ്പനി ഇൻസ്റ്റന്റ് ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്ലൂ ഡാർട്ടും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. റെയിൽടെൽ കോർപ്പറേഷന് കർണാടക ഗവൺമെൻറ്റിൽ നിന്നും 18.2 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽടെൽ കോർപ്പ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. രാജേഷ് പവർ സർവീസ് എന്ന കമ്പനിക്ക് ഗുജറാത്ത് ഗവൺമെൻറ്റിൽ നിന്നും 4,784 കോടി രൂപയുടെ പവർ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജേഷ് പവർ സർവീസും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കൂടാതെ ആംബർ എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനി യൂണിട്രോണിക്സിൻ്റെ 56 ലക്ഷം ഷെയറുകൾ 156 മില്യൺ രൂപയ്ക്ക് അക്വയർ ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീമർച്ചറുമായി ബന്ധപ്പെട്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കൂടാതെ യങ്ഷിൻ മദർസൺ ഓട്ടോടെക്കിൻ്റെ 20% സ്റ്റേക്കുകൾ സംവർധന മദർസൺ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ ആൻസിലറി കമ്പനിയായ സംവർധന മദർസണും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഇൻസൊലേഷൻ എനർജി എന്ന കമ്പനി ഗ്രീൻ ഇൻഫ്ര എന്ന കമ്പനിയുമായി ചേർന്ന് സോളാർ പാനൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സെറ്റപ്പ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻസൊലേഷൻ എനർജി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.